26 നീറ്റ് എന്തുമായിക്കോട്ടെ, ടഫ് ആയിക്കോട്ടെ, സിമ്പിൾ ആയിക്കോട്ടെ, നമുക്ക് പ്രാക്ടീസ് ആവേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമുക്കൊരു MBBS വാങ്ങിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. BTS ജോയിൻ ചെയ്യുന്ന ഏതൊരു കുട്ടിക്കും വലിയൊരു അവസരം അതിന് വേണ്ടിയിട്ടുണ്ട്. കാരണം റിപ്പീറ്റേഴ്സ് നമ്മുടെ റെസിഡൻഷ്യൽ ബാച്ച് ഈ കുട്ടിയോടൊപ്പമാണ് ഇവരുടെയും റാങ്ക് തയ്യാറാക്കുന്നത്. അതായത് മലയാളികൾ പ്രവേശനം നേടുന്ന 90% വിദ്യാർത്ഥികളോടൊപ്പം തന്നെയാണ് നമ്മുടെ ഈ BTS വിദ്യാർത്ഥികൾക്കും അവരുടെ സ്ഥാനം എവിടെയായിരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ബ്രില്ലിലെ മിടുക്കരായ വിദ്യാർത്ഥികളോട് കമ്പയർ ചെയ്ത് അവരോടൊപ്പം ഇവിടെ റാങ്ക് ലിസ്റ്റ് എടുക്കുന്നത്, മാറ്റിയിട്ട് സെപ്പറേറ്റ് അല്ല. തീർച്ചയായിട്ടും ഇതിനകത്ത് ടൈം ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ ഷെഡ്യൂൾ തന്നെയാണ്. നമ്മൾ ജനുവരി 2nd വീക്കിൽ ഈ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ടൈം വെച്ച് ഓരോ യൂണിറ്റ് പഠിക്കാനുള്ള ഗ്യാപ്പ് ഇട്ട് കൃത്യമായ ഷെഡ്യൂൾ ഓരോ കുട്ടിക്കും നേരത്തെ തന്നെ എല്ലാ ചാപ്റ്ററുകൾ ഏതൊക്കെയാണ്, അതിന് എത്ര ദിവസങ്ങളുണ്ടെന്നൊക്കെയുള്ള കൃത്യമായിട്ട് നമ്മുടെ നീറ്റ് സിലബസിനെ ബേസ് ചെയ്താണ്. ലോകത്ത് എവിടെയുള്ള കുട്ടിക്കും ഓൺലൈനിൽ ചെയ്യാം. അതുകൂടാണ്ട് നമ്മുടെ കേരളത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ച് നമ്മുടെ എല്ലാ ജില്ലയിലും ഒന്നിലധികം എക്സാം സെൻ്റർ ഉണ്ട്. ഹായ് ഓൾ, നീറ്റ് 2026 മെയ് 3 ബ്രില്യൻ ടെസ്റ്റ് സീരീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലോട്ട് കടക്കുന്ന സമയവുമാണ് നമ്മൾ. എങ്ങനെയാണ് ബ്രില്യൻ ടെസ്റ്റ് സീരീസ് ബ്രില്യൻറ്റിലല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്നത്? ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികളോടൊപ്പം തന്നെ അവർക്ക് ഈ മെയ് 3 നടക്കുന്ന നീറ്റ് എക്സാമിന് എത്രത്തോളം നല്ല രീതിയിൽ തയ്യാറെടുക്കാം, ആർക്കൊക്കെയാണ് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്, എങ്ങനെയാണിത് നമുക്ക് പഠിച്ചെടുക്കേണ്ടതെന്നൊക്കെ ഉള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് സുപരിചിതമാണ് ബ്രില്യൻ ടെസ്റ്റ് സീരീസ് എങ്കിൽ പോലും ഒരിക്കൽ കൂടി അത് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് ഞാനും ജോസഫ് സാറും ഒക്കെ ശ്രമിക്കുന്നത്. സാർ, ബ്രില്യൻ ടെസ്റ്റ് സീരീസിൻ്റെ നമ്മുടെ കൂടെ ജൂൺ മുതൽ ജോയിൻ ചെയ്യുന്ന കുട്ടികളുണ്ട്. യഥാർത്ഥത്തിൽ ടെസ്റ്റ് സീരീസിൻ്റെ അതായത് ടോപ്പിക്കൊക്കെ പഠിച്ച് തീർന്നു കഴിഞ്ഞിട്ട് അതിപ്പോൾ എവിടെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഈ വർഷം ബോർഡ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളായിരിക്കാം, ഏത് ബ്രില്യൻ്റ് അല്ലാത്ത ഏത് സ്ഥാപനത്തിലും റിപ്പീറ്റൊക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികളായിരിക്കാം, മറ്റു കോഴ്സുകൾക്ക് ചേർന്ന് നിൽക്കുന്നവരായിരിക്കാം, ഡിഗ്രിയോ അല്ലെങ്കിൽ MBBS അല്ലാത്ത കോഴ്സുകൾ ചേർന്ന് നിൽക്കുന്ന കുട്ടികളൊക്കെ ആവാം. എന്താണെങ്കിലും നമ്മുടെ +1 +2 ടോപ്പിക്കൊക്കെ നമ്മൾ ഒന്ന് റിവൈസ് ചെയ്തിട്ട് വേണം നമുക്ക് മോഡൽ എക്സാമുകളിലോട്ട് കടക്കാനായിട്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ 5 മാസക്കാലം സമയം അല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് സാർ ഈ ഒരു സമയം ഉപയോഗിക്കേണ്ടതിനെ, കാരണം ഇത്ര നേരത്തെ ചേരേണ്ടതിൻ്റെ ഒരാവശ്യകത എന്താണ്? തീർച്ചയായിട്ടും നമ്മൾ ജൂലൈ മാസം തന്നെ BTSൻ്റെ പ്രോഗ്രാം ആരംഭിച്ചിരുന്നു. എല്ലാ ആഴ്ചയിലും എക്സാം ഉണ്ടായിരുന്നു, ഒരു ഫിസിക്സ്, ഒരു കെമിസ്ട്രി, ഒരു ബയോളജി എന്ന രീതിയിൽ. അങ്ങനെ തുടർന്ന് പോകുന്ന ഈ പ്രോഗ്രാം ഇതായി ജനുവരിയോടുകൂടി അവസാനിക്കുകയാണ്. ഒരു റൗണ്ട് റിവിഷൻ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ നിരവധി കുട്ടികൾ ഓൾറെഡി BTSൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ജനുവരി 2nd വീക്ക് മുതൽ നമ്മുടെ അടുത്ത പ്രോഗ്രാമിലേക്ക് കിടക്കുകയാണ്, എക്സാം സീരീസ്, യൂണിറ്റ് എക്സാമുകൾ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്കാണ് BTSന് കടന്നു വരിക. അതെ അതെ, നമുക്കിപ്പോൾ +1 ടോപ്പിക്കുണ്ട്, +2 ടോപ്പിക്കുണ്ട്. മുഴുവൻ ടോപ്പിക്കിനെയും നമുക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു എക്സാമിൻ്റെ സീരീസിലോട്ട് തന്നെയാണ് നമ്മൾ കടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് റിവിഷൻ കഴിഞ്ഞു. ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾ അത്യാവശ്യം തീരെ എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മൾ നേരത്തെ പോലെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്ത് പല ആവർത്തി എക്സാം എഴുതി പല ആവർത്തി റിവൈസ് ചെയ്ത് മെയ് 3 പ്രവേശിക്കേണ്ട ദിവസങ്ങളായിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും നന്നായിട്ട് നമ്മുടെ എക്സാമുകളെ സമീപിക്കാൻ, അപ്പോൾ ഇനിയും എക്സാമിൻ്റെ ഒരുങ്ങാനുള്ള കുട്ടികളുണ്ട്, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ജനുവരി 2nd വീക്ക് മുതൽ നമ്മുടെ യൂണിറ്റ് എക്സാമുകൾ, തുടർന്ന് യൂണിറ്റ് കോമ്പിനേഷൻ എക്സാമുകൾ, ഓൾ യൂണിറ്റ് എക്സാമുകൾ, ആ ഒരു പാറ്റേൺ നമ്മൾ ആരംഭിക്കുകയാണ് ജനുവരി മുതൽ. അപ്പോൾ നമുക്കറിയാം BTS എന്ന് പറയുമ്പോൾ ബ്രില്യൻ ടെസ്റ്റ് സീരീസ് ബ്രില്യൻറ്റിലെ പരീക്ഷകളെല്ലാം ബ്രില്യൻറ്റിലെ കുട്ടികളോടൊപ്പം തന്നെ എഴുതാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. റിസൾട്ടുകളെക്കുറിച്ചൊക്കെ ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നിങ്ങൾക്ക് പരിചിതമാണ്. റിസൾട്ടിനെ കുറിച്ചൊന്നും നമുക്ക് പ്രതിപാദിക്കേണ്ടതില്ല എന്നെനിക്കറിയാം. എങ്കിൽ പോലും സാർ, +1ൻ്റെയും +2ൻ്റെയും മുഴുവൻ ടോപ്പിക്കുകൾ എങ്ങനെയാണ് ടെസ്റ്റ് സീരീസിനോട്ട് ഒരു കുട്ടി ഒരുങ്ങേണ്ടത്? കാരണം പരീക്ഷകൾ എഴുതുമ്പോൾ ആ കുട്ടിക്ക് അതിൻ്റെ ക്ലാസ്സുകളുടെയും സ്റ്റഡി മെറ്റീരിയലിൻ്റെയും ഒക്കെ കൂടെ ഒരു ആവശ്യകതയുണ്ടല്ലോ. ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യുന്നതോടുകൂടി പരീക്ഷകൾ മാത്രമാണോ കിട്ടുന്നത്, അതോ അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് ഡൗട്ട് ക്ലിയറൻസിനൊക്കെ ഉള്ള ഒരു തിയറിക്കൊക്കെ ഉള്ള ഒരു പ്രാധാന്യം അതൊക്കെ എങ്ങനെയാണെന്ന് പഠിക്കാൻ സാധിക്കുക? നമ്മൾ ഇപ്പോൾ എക്സാം സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയും ചാപ്റ്ററുകൾ, അത് ഓരോ എക്സാമിനും വേണ്ടി ഒരു ഫിസിക്സിന് 2 ചാപ്റ്റർ, കെമിസ്ട്രി 2 ചാപ്റ്റർ, ബോട്ടണി സുവോളജി ഈ 2 ചാപ്റ്റർ വെച്ച് അങ്ങനെ 8 ചാപ്റ്റർ ഒരു യൂണിറ്റിൽ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു 11-12 യൂണിറ്റുകളായിട്ട് നമ്മുടെ മൊത്തം ചാപ്റ്റർ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. ആ ചാപ്റ്ററുകൾക്കാണ് ഒരു യൂണിറ്റിൽ പ്രാധാന്യം. 3-4 ദിവസങ്ങളിൽ ഗ്യാപ്പ് ഇട്ട് ഓരോ യൂണിറ്റുകൾ നമ്മൾ പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ കൃത്യമായ ഷെഡ്യൂൾ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി പ്രിൻ്റ് ചെയ്ത് കുട്ടികൾക്ക് നൽകുന്നു. ആ ദിവസങ്ങളിൽ ആ ഗ്യാപ്പുകളിൽ കുട്ടികൾ ആ ടോപ്പിക്കുകൾ കൊണ്ട് നന്നായിട്ട് ഒരുങ്ങുന്നു. അപ്പോൾ ആ ടോപ്പിക്കുകൾ കൊണ്ട് ഒരുങ്ങാൻ വേണ്ടി അവർക്ക് ഈ ലേണിംഗ് ആപ്പിൽ നമ്മൾ എല്ലാ ടോപ്പിക്കുകളുടെയും റെക്കോർഡ് ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ശരി ശരി. അപ്പോൾ അത് ആദ്യ അവസാനം മുതൽ അവർ ആ റെക്കോർഡ് ക്ലാസ് കാണണമെന്ന മീനിങ്ങിലല്ല,
അപ്പോൾ അവർ അത്യാവശ്യം പഠിച്ചിട്ടുള്ള കുട്ടികളല്ലേ, അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് റെഫർ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മുടെ റെക്കോർഡ് ക്ലാസ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസിൽ ചേരുന്ന ഒരു കുട്ടിക്ക് ഈ ഫുൾ ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്സുകളുള്ള ഇ ലേണിംഗ് ആപ്പ് അവൈലബിൾ ആണ്? കംപ്ലീറ്റ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അത് 3-4 ഫാക്കൽറ്റിയുടെ ക്ലാസ്സുകൾ ഓരോ ടോപ്പിക്കിൻ്റെയും അവൈലബിൾ ആണ്. അവർക്ക് ഇഷ്ടമുള്ള ഫാക്കൽറ്റിയുടെ ക്ലാസ് കാണാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ അവർക്ക് ക്ലാസ്സുകൾ ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കണ്ടുകൊണ്ട് അവർക്ക് പരമാവധി ക്വസ്റ്റ്യൻസ് അതോടൊപ്പം ആ ടോപ്പിക്കോടൊപ്പം ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ക്വസ്റ്റ്യൻസ് അതോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എഴുതി പ്രാക്ടീസ് ആയതിനോടൊപ്പമാണ് അവർ നമ്മുടെ യൂണിറ്റ് എക്സാമിലേക്ക് പ്രവേശിക്കുക. ഓക്കെ ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമിൻ്റെ ഒരു ഡൗട്ട് ക്ലിയറൻസ് അല്ലെങ്കിൽ എക്സാമിൻ്റെ ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് അനാലിസിസ് ഒക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമുക്കിത് എക്സാമിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ലേണിംഗ് ആപ്പിലൂടെ ഡൗട്ട് ഡിസ്കഷൻ ഫോറം ഉണ്ട്, അവിടെ ഇട്ട് കൊടുത്താൽ ആൻസർ കിട്ടും. ഇനി എക്സാമിന് ഇടുന്ന ക്വസ്റ്റിൻ്റെ വീഡിയോ സൊല്യൂഷൻ നമ്മൾ എക്സാമിന് ശേഷം നൽകുന്നുണ്ട്. അപ്പം അങ്ങനെ അവർ കുട്ടിക്ക് എന്ത് എക്സാം റിലേറ്റഡ് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യാനുള്ള അവസരം നമ്മുടെ ടെസ്റ്റ് സീരീസിലെ കുട്ടികൾക്കും അവൈലബിൾ ആകുന്നുണ്ട്. ഒരു റിസൾട്ട് അനാലിസിലോട്ട് അപ്പോൾ അവനവന് കിട്ടിയിരിക്കുന്ന മാർക്ക്, റാങ്ക്, ഇതിനെയൊക്കെ ഒന്ന് കമ്പയർ ചെയ്യാനായിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന് സാധിക്കുക? തീർച്ചയായിട്ടും BTS ജോയിൻ ചെയ്യുന്ന ഏതൊരു കുട്ടിക്കും വലിയൊരു അവസരം അതിന് വേണ്ടിയിട്ടുണ്ട്. കാരണം റിപ്പീറ്റേഴ്സ് നമ്മുടെ റെസിഡൻഷ്യൽ ബാച്ച് ഈ കുട്ടിയുടെ ഒപ്പമാണ് ഇവരുടെയും റാങ്ക് തയ്യാറാക്കുന്നത്. അതായത് മലയാളികൾ പ്രവേശനം നേടുന്ന 90% വിദ്യാർത്ഥികളോടൊപ്പം തന്നെയാണ് നമ്മുടെ ഈ BTS ചേരുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ സ്ഥാനം എവിടെയായിരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ബ്രില്യൻറ്റിലെ മിടുക്കരായ വിദ്യാർത്ഥികളോട് കമ്പയർ ചെയ്ത് അവരുടെ ഒപ്പം ഇവരുടെ റാങ്ക് ലിസ്റ്റ് എടുക്കുന്നത്, മാറ്റിയിട്ട് സെപ്പറേറ്റ് അല്ല. അതിനാൽ ഇവർക്ക് യഥാർത്ഥത്തിൽ ഇവരുടെ പൊസിഷൻ എവിടെയാണ്, ഇപ്പോൾ അവരെവിടെ നിൽക്കുന്നു, ഇനി എന്തുമാത്രം ഇമ്പ്രൂവ്മെന്റ് ഇവർക്ക് ആവശ്യമുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ ഈ കുട്ടിക്ക് കിട്ടുന്നുണ്ട്. ഒരു ഹെൽത്തി കോമ്പറ്റീഷനുള്ള അവസരവും ഹെൽത്തി കോമ്പറ്റീറ്റീവ് മൈൻഡ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ഓക്കെ, ഒരു ക്ലാസ് മെൻറ്റർ എപ്പോഴും ബ്രില്യൻറ്റിൻ്റെ ഒരു വലിയൊരു മുഖമാണ് വിദ്യാർത്ഥികളെ സഹായിക്കുന്ന കാര്യത്തിൽ. ഈ BTS ചേരുന്ന ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് അത് ഉപയോഗപ്പെടുക? തീർച്ചയായിട്ടും നമുക്കറിയാം, നീറ്റ് പോലെ ഒരു കോമ്പറ്റീവ് എക്സാം തയ്യാറെടുക്കുന്ന കുട്ടിക്ക് ഒത്തിരി ആശങ്കകളും ചെറിയ ടെൻഷനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് സോൾവ് ചെയ്ത് ആ കുട്ടീനെ ഒരു ഡയറക്റ്റ് പാത്തിലേക്ക്, ഒരു കറക്റ്റ് പാത്തിലേക്ക് കടത്തി വിടുക, അതെപ്പോഴും അതറിയാവുന്ന ഒരാൾ, പ്രൊഫഷണലി സ്കിൽഡായ ഒരാൾ ആ കുട്ടിയോടൊപ്പം ഉണ്ടെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. ആ ഒരു ജോലിയാണ് നമ്മുടെ ക്ലാസ് മെൻറ്റർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓരോ BTS ജോയിൻ ചെയ്യുന്ന കുട്ടിക്കും ഒരു ക്ലാസ് മെൻറ്റർ ഉണ്ടായിരിക്കും. ആ കുട്ടിയുടെ യഥാർത്ഥ പഠന നിലവാരം അത് വിലയിരുത്തിക്കൊണ്ട് ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി എപ്രകാരം പഠിക്കണം, ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ എവിടെയാണ് കുട്ടിയുടെ കുറവുകൾ എന്ന് കൃത്യമായിട്ട് ആ മെൻറ്റർ പറഞ്ഞു കൊടുത്ത് ആ കുട്ടീനെ നീറ്റിലേക്ക് അടുപ്പിക്കുക നമ്മുടെ ഓരോ മെൻറ്ററും ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, നമുക്ക് ഇപ്പം ബോർഡ് എക്സാം 2026 ബോർഡ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്കും മറ്റു പ്രോഗ്രാമുകളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ BTS എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ റിസൾട്ട് എടുത്ത് അതിലൂടെ റിസൾട്ട് എടുത്ത ഒരു വ്യക്തിയിൽ നിന്ന് കേൾക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും കൂടുതൽ നല്ലത്. തീർച്ചയായിട്ടും നമുക്കറിയാം 2024 716 മാർക്ക് വാങ്ങി ഓൾ ഇന്ത്യ റാങ്ക് 21 വാങ്ങിച്ച നമ്മുടെ പത്മനാഭ് മേനോൻ അപ്പോൾ ഇപ്പോൾ ഡൽഹി എയിംസിൽ പഠിക്കുകയാണ്. ഡൽഹി എയിംസിൽ പഠിക്കുന്ന പത്മനാഭന്റെ വാക്കുകൾ നമുക്ക് ഇവിടെ ഒന്ന് കേട്ടു നോക്കാം. ഇപ്പോൾ തീർച്ചയായിട്ടും. Hello everyone, my name is Padmanabh Menon. I am a second year MBBS student at AIIMS Delhi. I joined AIIMS Delhi through NEET 2024 with an All India rank of 21. I was a student of Brilliant Pala test series which is called BTS. I started taking the Brilliant test series in July of 2023. I was there right from the start. They used to conduct weekly tests as a part of BTS. Additionally, I use the e-learning app for chapter-wise revision as a part of my preparation for weekly tests. Now in the e-learning app, I used to solve level 1, level 2 questions, and whatever doubts I had in them, I would refer to the class videos for that. Now, good thing about this is you get the result the very next day. You can analyze your gaps, you can work towards fixing them at the earliest. Now, since I was a regular class 12th student, BTS helped me in my timely revision of class 11th syllabus by October that year. Now, staff at Brilliant, they are very helpful, they're very supportive. Any request you have, they get it fixed. Also, as a part of BTS, you get a chance to compete with Brilliant Pala students also. So BTS, I would recommend, I would say BTS is recommended for regular and repeater students of any coaching. So finally, wishing you all the best for your NEET preparation. Thank you. തീർച്ചയായിട്ടും പത്മനാഭന്റെ പല വീഡിയോകളും നമ്മളുടെ ചാനലിൽ കിടപ്പുണ്ട്. എങ്ങനെയാണ് നേരത്തെ എങ്ങനെയാണ് പരീക്ഷകളിലൂടെ തന്നെ അവനൊന്ന് മോൾഡ് ചെയ്തെടുത്തത്, തെറ്റുകൾ എവിടെയാണ്, ഏതൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതെന്നൊക്കെ ആ റിസൾട്ട് കിട്ടിയ സമയത്തും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. +2 പഠിക്കുന്ന കുട്ടിയാണ്. അതെ, +2 പഠനത്തോടൊപ്പം
നമ്മുടെ BTS പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് അത് ആദ്യം പോലെ ജോയിൻ ചെയ്ത് ഒറ്റ എക്സാം പോലും മുടങ്ങാതെ നമ്മുടെ ഒറ്റ മീറ്റിംഗ് പോലും മിസ്സാക്കാതെ എല്ലാ പ്രോഗ്രാമിലും നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് അവസാനം നമ്മുടെ റിസൾട്ടിൻ്റെ ഭാഗമായ കുട്ടിയാണ്. അതുകൊണ്ട് 2 ഗുണം കിട്ടി. ബോർഡ് എക്സാമിൽ ഏറ്റവും കൂടുതൽ ടോപ്പായിട്ടുള്ള മാർക്ക് മേടിക്കാനും സാധിച്ചു. ഒപ്പം തന്നെ ഫസ്റ്റ് ചാൻസിൽ തന്നെ ഓൾ ഇന്ത്യ റാങ്ക് 21 എന്ന് പറയുന്നൊരു സ്വപ്ന സമാന നേട്ടത്തിലെത്തിയാണ് എയിംസ് ഡൽഹി. കാരണം അത് ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, മെഡിക്കലിൻ്റെ അവസാന വാക്കാണ്. അവിടെ ഈ ഒരു 17-18 വയസ്സിൽ തന്നെ അവിടെ എത്തിച്ചേടാനായിട്ട് സാധിക്കുകയാണ് ഒരു ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ വിട്ട് കളഞ്ഞു, അത്ര മാത്രമേ ഉള്ളൂ. അതെ, 716 മാർക്ക് 720 716 മാർക്ക് മേടിച്ചാണ് പത്മനാഭ അവിടെ എത്തിയതെങ്കിൽ, +2നോടൊപ്പം തന്നെയാണ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും ആർക്കും ഈ ഒരു ടെസ്റ്റ് സീരീസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ, കാരണം അവിടെ നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഷെഡ്യൂൾ കാണാം. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ യൂണിറ്റ് എക്സാമുകൾ, കമ്പൈൻഡ് യൂണിറ്റ്, ഫുൾ മോഡൽ, ഇതിൻ്റെ എല്ലാം പ്രിപ്പറേറ്ററി മോഡലുകൾ, ഇത് കൂടാതെ തലേ ദിവസം പ്രിപ്പറേറ്ററി മോഡലുകളുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലേണിംഗ് ആപ്പിൽ ഓരോ ചാപ്റ്ററുകളുടെയും 4 ലെവൽ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നീറ്റിന്റെ എല്ലാ തരത്തിലുള്ള വീഡിയോ സൊല്യൂഷൻ. കാരണം ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് കാണാം. അതായത് ആദ്യം എല്ലാ 150 ക്വസ്റ്റ്യൻ കാണണ്ട, ആ സംശയമുള്ള 15ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ 15ാമത്തെ ക്വസ്റ്റ്യൻ കണ്ട് ഓരോ വർഷത്തിൽ നമുക്ക് വേണമെങ്കിൽ കാണാം. ഇനി അവനവന് തന്നെ ഒരു പരീക്ഷ ഡിസൈൻ ചെയ്യണമെങ്കിൽ അത് ഏത് ലെവൽ വേണമെന്നുണ്ടെങ്കിൽ അവനവന് തന്നെ ഒരു മോഡൽ ഡിസൈൻ ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസിൻ്റെ കൂടെയുണ്ട്. അപ്പം നീറ്റ് 2026 നിങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്കോറിലോട്ട് എത്താൻ വേണ്ട എല്ലാ ഫെസിലിറ്റീസും ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസിലുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇവർക്ക് ഒരു ടൈം ടേബിൾ, അതൊക്കെ എങ്ങനെയാണ് ഇവരൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? കാരണം 81 ചാപ്റ്ററുകളുണ്ട് +1 +2, ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറിനും തുല്യ പ്രാധാന്യമാണ് താനും. എങ്ങനെയാണ് ഇവരുടെ പഠിത്തവും? കാരണം ഇപ്പോൾ ഡിസംബർ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴൊക്കെ ഒന്ന് പഠിച്ചു തുടങ്ങേണ്ടതല്ലേ കൂടുതൽ? തീർച്ചയായിട്ടും ഇതിനകത്ത് ടൈം ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ ഷെഡ്യൂൾ തന്നെയാണ്. നമ്മൾ ജനുവരി 2nd വീക്കിൽ ഈ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ടൈം വെച്ച് ഓരോ യൂണിറ്റും പഠിക്കാനുള്ള ഗ്യാപ്പ് ഇട്ട് കൃത്യമായ ഷെഡ്യൂൾ ഓരോ കുട്ടിക്കും നേരത്തെ തന്നെ എല്ലാ ചാപ്റ്ററുകൾ ഏതൊക്കെയാണ്, അതിന് എത്ര ദിവസങ്ങളുണ്ടെന്നൊക്കെയുള്ള കൃത്യമായിട്ട് നമ്മുടെ നീറ്റ് സിലബസിനെ ബേസ് ചെയ്താണ്. കാരണം പ്രാക്ടിക്കൽ കെമിസ്ട്രി, പ്രാക്ടിക്കൽ ഫിസിക്സ്, അതെല്ലാം നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ടോപ്പിക്ക് പോലും നമ്മൾ മിസ് ചെയ്തിട്ടില്ല. അങ്ങനെ കൃത്യമായ ഷെഡ്യൂളിലൂടെ കടന്നു പോകുന്ന കുട്ടി, അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂണിറ്റ് എക്സാം, യൂണിറ്റ് 1, യൂണിറ്റ് 2, തുടർന്ന് യൂണിറ്റ് 1+2, അങ്ങനെ യൂണിറ്റ് കോമ്പിനേഷൻ. അപ്പോൾ നമ്മൾ വീണ്ടും ആ റിവിഷൻ ആവർത്തിക്കപ്പെടുക. അതിനുശേഷം ഫസ്റ്റ് ഇയർ തന്നെ, പിന്നെ സെക്കൻഡ് ഇയർ തന്നെ, അതിനുശേഷമാണ് നമ്മൾ സാറ് പറഞ്ഞ പോലെ ഓൾ യൂണിറ്റിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ഓൾ യൂണിറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ അതൊരു എല്ലാ ചാപ്റ്ററിൻ്റെയും റിവിഷനാണ്. അപ്പോൾ ഒരു എക്സാമിലൂടെ നമ്മൾ റിവിഷൻ നടത്തുക ചെയ്യുന്നത്. അപ്പം എത്രത്തോളം ഒരു 10-20 മണിക്കൂർ പഠിക്കുന്ന ഒരു പ്രയോജനമാണ് ഒരൊറ്റ മോഡൽ എക്സാം എഴുതുന്നതിലൂടെ 3 മണിക്കൂർ കൊണ്ട് എക്സാം എഴുതിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ കറക്റ്റായിട്ട് നമുക്ക് തെറ്റിപ്പോകുന്നത് എവിടെയാണ്, ഏത് ഒരു പാഠത്തിൻ്റെ ഒരു ചാപ്റ്ററിൻ്റെ ഏത് ഒരു പ്രത്യേക ഭാഗമാണ് നമുക്ക് തെറ്റിപ്പോകുന്നത്, കൂടുതലായിട്ട് നമുക്കൊന്നും മനസ്സിലാക്കേണ്ടതെന്നൊക്കെയുള്ളത് കൃത്യമായിട്ട് വിലയിരുത്താനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് നൽകുന്നത്. സാർ, ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസ് നമുക്കിപ്പം ജനുവരി മുതൽ തുടങ്ങുമ്പോൾ, യൂണിറ്റ് വൈസ് എക്സാം ഒക്കെ തുടങ്ങുമ്പോൾ എങ്ങനെയാണ് ലോകത്തുള്ള എവിടെ ഇരുന്നും വേണമെങ്കിൽ ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യാം, ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥിക്ക് ഏതൊക്കെ രീതിയിൽ ഓഫ്ലൈനായിട്ട് വന്ന് എഴുതേണ്ടവരുണ്ട്, ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഒരു കുട്ടിക്ക് ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക? ലോകത്ത് എവിടെയുള്ള കുട്ടിക്കും ഓൺലൈനിൽ ചെയ്യാം. അതുകൂടാണ്ട് നമ്മുടെ കേരളത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ച് നമ്മുടെ എല്ലാ ജില്ലയിലും 1-ലധികം എക്സാം സെൻ്റർ ഉണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ 40-ലധികം സെൻ്ററുകൾ കേരളത്തിലെ ഏറ്റവും വീടിനടുത്ത് തന്നെ മിക്കവാറും ഒരു സെൻ്റർ ഉണ്ടാവും. ഒരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ മാക്സിമം ട്രാവൽ ചെയ്യേണ്ട കാര്യമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുട്ടിക്ക് തൊട്ടടുത്തുള്ള സെൻ്ററിൽ, അത് സ്കൂൾ സെൻ്റർ ആവാം, ബ്രില്ലിൻ്റെ റിപ്പീറ്റർ സെൻ്റർ ആവാം, അവിടെ വന്ന് നമുക്ക് ആ ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് കൃത്യമായിട്ട് 1:30 മുതൽ 4:30 വരെ നീറ്റിൻ്റെ സമയത്ത് തന്നെ സെയിം ടൈമിൽ കൃത്യമായിട്ട് കുട്ടിക്ക് വന്ന് എക്സാം എഴുതാം. എക്സാമിന് ശേഷം ആ ക്വസ്റ്റിന് ആൻസർ കീ നമ്മൾ നൽകും. അപ്പോൾ തന്നെ കുട്ടിക്ക് കൃത്യമായിട്ട് വിലയിരുത്താൻ പറ്റും എനിക്ക് ഏതൊക്കെ ക്വസ്റ്റിനാണ് തെറ്റിപ്പോയത്, എന്തുകൊണ്ടാണ് തെറ്റിപ്പോയത്. അപ്പോൾ അന്ന് തന്നെ അത് കറക്റ്റ് ചെയ്യാൻ വീഡിയോ സൊല്യൂഷൻ കിട്ടും. അപ്പോൾ അത് നോക്കി കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം വൈകിട്ട് റിസൾട്ട് അനാലിസിസ് മീറ്റിംഗ് ഡയറക്ടേഴ്സും കോർഡിനേറ്റേഴ്സും ചേർന്ന് നടത്തുന്നു. അപ്പോൾ ആ മറ്റ് റിപ്പീറ്റേഴ്സ് ബാച്ചിലെ കുട്ടികളോടൊപ്പം ആയതുകൊണ്ട് അവർക്ക് ആ കുട്ടിയുടെ എക്സാക്ട് പൊസിഷൻ എന്താണ് ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഇനി എന്തുമാത്രം ഇമ്പ്രൂവ്മെന്റ് എനിക്ക് ആവശ്യമാണ് അന്ന് തന്നെ ഇതെല്ലാം അതായത് 3-4 ദിവസം കഴിഞ്ഞല്ല, അതേ ദിവസം തന്നെ ഏതാണ്ട് 2-3 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടക്കുന്ന കാര്യം നമ്മൾ സംസാരിക്കുന്നത്. റിസൾട്ട് ഉൾപ്പെടെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. അതോടൊപ്പം കൃത്യമായ മാർക്ക് കാര്യങ്ങളെല്ലാം കുട്ടിയുടെ പ്രൊഫൈലിൽ അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്ത് കുട്ടിക്ക് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഓഫ്ലൈനായിട്ടാണ് നിങ്ങൾക്ക് പ്രാക്ടീസ്
വേക്കൻസി ഉണ്ടെങ്കിൽ കേരളത്തിൽ ഏതാണ്ട് 40ഓളം സെൻറ്ററുകൾ, 35 സെൻറ്ററിലധികം എന്താണെങ്കിലും ഉണ്ടാവും. എത്രത്താണ് ഉള്ളതെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കുള്ള അറിയിക്കുന്നതായിരിക്കും. ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോയിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ക്ലാസ് മെൻറ്ററിലൂടെയോ നമ്മൾ കൃത്യമായിട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള ഏറ്റവും അടുത്തുള്ള സെൻറ്ററുകളിൽ വന്ന് എക്സാം എഴുതാനുള്ള അവസരമാണ് ലഭിക്കുന്നത്. കാരണം എല്ലാ ഞായറാഴ്ചകളിലും എന്താണെങ്കിലും എക്സാം ഉണ്ടാകും. ആർക്ക് വേണമെങ്കിലും ഇതിലൂടെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. മെയ് 3 വരെയുള്ള എല്ലാ ഞായറാഴ്ചകളിലും എക്സാം ഉണ്ടാവും. ബാക്കിയുള്ള വീക്ക്ലി ഡേയ്സ് ഒക്കെ ഉള്ളത് അതാത് സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതുമായിരിക്കും. ഇതുകൂടാതെ ഈ ലേണിംഗ് ആപ്പിൻ്റെ സമയം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് ദിവസവും വേണമെങ്കിലും ഏത് ലോകത്തിൽ എവിടെ നിന്നും വേണമെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഈ ലേണിംഗ് ആപ്പിലൂടെ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ഇനി ഇതിനൊരു സ്കോളർഷിപ്പ് ഫെസിലിറ്റി, കാരണം ബോർഡ് എക്സാം എഴുതി കഴിഞ്ഞ വിദ്യാർത്ഥികളുണ്ട്, 2025 നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞ വിദ്യാർത്ഥികളുണ്ട്. അപ്പം വിവിധ സ്കോളർഷിപ്പ് സ്കീമുകളുണ്ടോ ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട്? കഴിഞ്ഞ വർഷത്തെ നീറ്റ് സ്കോറിനെ ബേസ് ചെയ്തും അല്ലെങ്കിൽ അവിടെ +2 മാർക്കിനെ ബേസ് ചെയ്ത് ലാസ്റ്റ് അവർ അറ്റൻഡ് ചെയ്ത കോമ്പറ്റീവ് എക്സാം ഏതാണോ അല്ലെങ്കിൽ അവിടെ +2 ബോർഡ് എക്സാം, ഈ 2 മാർക്കുകളുടെ ബേസിൽ നമ്മൾ അവർക്ക് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈ മാർക്കുള്ളവർക്കാണെങ്കിൽ, നല്ല സ്കോറുള്ളവർക്കാണെങ്കിൽ ഫ്രീ ആയിട്ട് മുതൽ 100% സ്കോളർഷിപ്പോടുകൂടി തന്നെ സീരീസിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതും തീർച്ചയായിട്ടും ഒരു ഏറ്റവും ആകർഷകമായ ഒരു ഘടകമാണ്. ഇനിയൊരു ചെലവ്, ഒരു പഠിത്തത്തിന് വേണ്ടിയിട്ട് ഒരു അധിക ചെലവില്ലാതെ തന്നെ നിങ്ങൾക്ക് ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇപ്പം ഇനി ആർക്കെങ്കിലും ബ്രില്യൻറ്റ് സ്റ്റഡി മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് നമ്മൾ റിപ്പീറ്റേഴ്സിന് കൊടുക്കുന്ന സെയിം സ്റ്റഡി മെറ്റീരിയൽ, ശരി, അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യാം. ഏതൊക്കെ രീതിയിൽ നോക്കിയാലും പരീക്ഷകളിലൂടെ നീറ്റ് 2026 ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പാക്കേജാണ് ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസ്. അതിൻ്റെ റിസൾട്ടുകൾ ഏറ്റവും ചെറിയ, നമ്മൾ പല ആവർത്തി നമ്മൾ പറഞ്ഞതാണെങ്കിൽ പോലും എയിംസ് ഡൽഹി ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ കോളേജുകളിലും ഉൾപ്പെടെ നമ്മുടെ വിദ്യാർത്ഥികളുണ്ട്. തീർച്ചയായിട്ടും എയിംസിലെ റിസൾട്ടാണ് ഏറ്റവും അട്രാക്റ്റീവ് പറയാം. 2022 സിയോണ മരിയ ഡിസൂസ, 2023 ജേക്കബ് ബിൻ, നേരത്തെ പറഞ്ഞ പത്മനാഭൻ, 2024 ഇവരെല്ലാം BTSലൂടെ ഡൽഹി എയിംസിലെത്തിയവരാണ്. പിന്നെ തുടർന്ന് താഴോട്ടുള്ള കോളേജുകൾ നമ്മൾ അത് നമ്മുടെ വീഡിയോയിൽ തന്നെ, ഇതിന് മുമ്പുള്ള വീഡിയോയിൽ തന്നെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് മാത്രം ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നതെന്ന് മാത്രം. അപ്പം അത് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾ നിൽക്കുന്ന കോഴ്സിലും അല്ലെങ്കിൽ കോളേജിലൊക്കെ നിന്നുകൊണ്ട് തന്നെ നീറ്റിനെ ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള രീതിയാണ് ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസ്. അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ ഈ ഡിസംബറിൽ നിങ്ങൾക്കിത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിക്കുകളൊക്കെ അത്യാവശ്യം ഒന്ന് നോക്കാനുള്ള സമയം നിങ്ങൾക്ക് ഡിസംബറിൽ കിട്ടും. ജനുവരി മുതൽ നമ്മൾ യൂണിറ്റ് ടെസ്റ്റ് സീരീസുകൾ എഴുതി തുടങ്ങും. അപ്പോൾ എല്ലാ ചാപ്റ്ററുകളും 81 ചാപ്റ്ററുകളെയും ഏറ്റവും കുറഞ്ഞത് ഇനിയും ഒരു 10 പ്രാവശ്യത്തിലധികം അവർക്ക് ആവർത്തിച്ച് റിവിഷൻ ചെയ്യാനായിട്ടും ഒരു 25,000-ലധികം ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളിലൂടെയും നിങ്ങൾക്ക് കടന്നു പോകാനായിട്ടുള്ള ഒരു അവസരമാണ് ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന ഏറ്റവും ചെറിയൊരു ഫീസ് എമൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. brilliantpara.org എന്ന ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ ഓൾറെഡി ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നെങ്കിൽ അതേ സ്റ്റുഡൻ്റ് ഐ ഡി വെച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസിൻ്റെ ഭാഗമാകാം. നിങ്ങളുടെ ക്ലാസ് മെൻറ്റർ നിങ്ങളെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫീസ് അടയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇ ലേണിംഗ് ആപ്പ് ആക്റ്റീവ് ആകും. ഒപ്പം ഒരു ക്ലാസ് മെൻറ്ററിൻ്റെ സേവനം ലഭ്യമാവുകയും ചെയ്യും. അപ്പോൾ പരീക്ഷകളെക്കുറിച്ച്, സെൻറ്ററുകളെക്കുറിച്ച് ഒക്കെയുള്ള കാര്യങ്ങളെല്ലാം അവർ നിങ്ങൾക്ക് വിശദീകരിച്ച് നൽകും. പരീക്ഷയുടെ അവസാനം വരെ ക്ലാസ് മെൻറ്റേഴ്സ് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്കറിയാം 2024 നീറ്റ് എക്സാം ഏറ്റവും സിമ്പിളായിരുന്നു. 2025 അത്യാവശ്യം ടഫായ എക്സാം തന്നെയായിരുന്നു. അപ്പോൾ 2 എക്സ്ട്രീമാണ് നമ്മുടെ മുമ്പിലുള്ളത്, ഏറ്റവും സിമ്പിളും ഏറ്റവും ടഫും. അപ്പോൾ അടുത്ത വർഷത്തെ നീറ്റ് എക്സാമിനെ കുറിച്ച് നമുക്ക് പ്രത്യേകമായ പ്രഡിക്ഷൻസ് ഒന്നും സാധ്യമല്ല. സിമ്പിളാണോ, ടഫാണോ, ആവറേജ് ആണോ, എബോവ് ആവറേജ് ആണോ, ഇതൊന്നും അറിയാൻ മേലാത്ത നമ്മൾ ഈ സാഹചര്യത്തിൽ അതിനല്ല ഇപ്പോൾ പ്രാധാന്യം. നമ്മൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് പ്രിപ്പറേഷൻ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള വലിയൊരു അവസരമാണ് നമ്മുടെ BTSലൂടെ നമുക്കിപ്പോൾ ഒരുങ്ങിക്കിട്ട് പുതിയ ചോദ്യങ്ങളല്ലേ, ധാരാളം ചോദ്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ആകാനുള്ള വലിയൊരു അവസരം. ഇപ്പം 2026 നീറ്റ് എന്തുമായിക്കോട്ടെ, ടഫ് ആയിക്കോട്ടെ, സിമ്പിൾ ആയിക്കോട്ടെ, നമുക്ക് പ്രാക്ടീസ് ആവേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമുക്കൊരു MBBS വാങ്ങിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഒരുങ്ങാം. ഞങ്ങൾ ബ്രില്യൻറ്റ് ഫാമിലി എല്ലാവിധ സപ്പോർട്ടുമായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ട്. ഓക്കെ, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.